ആ ഒരു കോഡ് ഉദ്ദേശിച്ചിട്ടുള്ളത് ലോവിനെയാണ് എന്ന് മിസ്റ്റർ സംശയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെറീനയുടെ മിസ്സിങ്ങിന് പിറകിൽ ലോവിന് എന്തോ ഒരു പങ്കുണ്ടെന്നും ഇയാൾ വിവാഹം കഴിച്ചാൽ സെറീനയെ കണ്ടെത്താമെന്നും മിസ്റ്റർ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം ഇവൾ കണ്ടെത്തുന്ന കുറെ രഹസ്യങ്ങളും ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും പ്രണയവും വെയർവൂൾഫ് പാക്കിൽ നിന്ന് ഇവൾക്ക് നേരിടുന്ന ചില പ്രശ്നങ്ങളും പോരാത്തിന് അന്ന എന്ന് പറയുന്ന വെയർ ഹ്യൂമൻ ഹൈബ്രിഡിനെ ചുറ്റിപ്പറ്റി പോകുന്ന ചില കഥകളും ഇവളുടെ ഫാദർ ആയിട്ടുള്ള ലാർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു വിവാഹത്തിന് ഇവളെ നിർബന്ധിച്ചതെന്നും സെറീനയുടെ മിസ്സിങ്ങിന് പിന്നിൽ ലോവിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും സെറീനയുടെ പ്ലാനറിൽ ഉണ്ടായിരുന്ന എല്ലി മോർലാൻഡ് എന്ന് പറയുന്ന കോഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നും വേർ ഹ്യൂമൻ ഹൈബ്രിഡ് ഉണ്ടാകുന്നതിന് ആരെങ്കിലും ഒക്കെ ഭയപ്പെട്ടിരുന്നു എന്നും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു അടിപൊളി പാരാനോർമൽ റൊമാൻറ്റിക് പുസ്തകമാണിത്. ഈ വാമ്പയേഴ്സ് വെയർവൂൾഫ് കഥകളൊക്കെ ഇഷ്ടമുള്ളവർക്കും സ്ലോ ബേൺ സ്റ്റോറീസും അതുപോലെ തന്നെ എനിമീസ് ടു ലവേഴ്സ് കോമ്പോസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. വളരെയധികം എൻഗേജിങ് ആയിട്ട് പോകുന്ന ഒന്നാണ്. അപ്പോൾ വായിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കാം. വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.